ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു നെക്സ്റ്റ് വ്ളോഗ്. ഇന്ന് ഞാൻ യാത്ര ചെയ്യുന്ന തനിച്ചല്ല കേട്ടോ. ഇന്ന് ഞാൻ എൻ്റെ കോവർക്കേഴ്സിൻ്റെ കൂടെയാണ് ട്രാവൽ ചെയ്യുന്നത്. ധനലക്ഷ്മി NBOCയുടെ ആറാൻഡാറിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന പെർഫോമേഴ്സ് ആണ് ഈ വാനിൽ കാണുന്ന എല്ലാവരും. കേരള, തമിഴ്നാട്, കർണാടക ഈ 3 റീജിയൻസും. ഞാൻ ഗാൻസക്കുട്ടിക്ക് ടാറ്റ ഒക്കെ പറഞ്ഞ് ട്രാവലറിൻ്റെ ഫ്രണ്ട് സീറ്റിൽ തന്നെ കയറിയിരുന്നു. ഇനി മുൻപോട്ടുള്ള വഴിയൊക്കെ അല്ലെങ്കിൽ കാണാൻ ഭംഗിയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കവർ ചെയ്യണ്ടേ. അതുകൊണ്ട് മിക്കവാറും ബസ്സിനോ ട്രാവലറിനോ ഒക്കെയാണ് യാത്രയെങ്കിൽ ഞാൻ എപ്പോഴും തന്നെ ഫ്രണ്ട് സീറ്റിൽ പോയിരിക്കാൻ ശ്രമിക്കാറുണ്ട്. ഞങ്ങൾക്ക് സ്റ്റേ അറേഞ്ച് ചെയ്തിരുന്നത് ഹോട്ടൽ ഡ്യൂലാൻഡിലായിരുന്നു. അവിടെ നിന്ന് ആഫ്റ്റർനൂൺ ഒരു 2 PM അഭയാരണ്യം കപ്രിക്കാട് എക്കോ ടൂറിസത്തിലേക്ക് ചെറിയൊരു പിക്നിക്ക് ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റേ ചെയ്ത ഹോട്ടലിൽ നിന്ന് 4.2 കിലോമീറ്റേഴ്സ്, അതായത് 10 മിനിറ്റ്സ് ഡിസ്റ്റൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാവരും തകർത്തു വാരുമായിരുന്നു, പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ 10 മിനിറ്റ് കൊണ്ട് അഭയാരണ്യം കപ്രിക്കാട് എക്കോ ടൂറിസത്തിലേക്ക് ഞങ്ങൾ എത്തി. ഇവിടെ അത്യാവശ്യം നല്ലൊരു ഏരിയ കാർ പാർക്കിങ്ങിനായിട്ടൊക്കെ ഉണ്ട്. നമ്മളവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇറങ്ങി അകത്തോട്ട് നടക്കണം. ഒരു 100-150 മീറ്റർ നടന്ന് ചെല്ലുമ്പോഴാണ് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. ഗ്രൗണ്ടിന് ചുറ്റും കുറച്ച് നല്ല തണൽ വൃക്ഷങ്ങളും അത്യാവശ്യം തിക്കി നിറഞ്ഞ ഇല്ലിയും കൂടെ നിൽക്കുന്നുണ്ട്. ഈ പറഞ്ഞ ഇല്ലിയിൽ നിന്നാണ് നമ്മൾ മുള വേർതിരിച്ചെടുക്കുക. ഞങ്ങൾ അവിടെ ചെന്ന സമയം ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം ആയതിനാൽ നല്ല വെയിലുണ്ടായിരുന്നു. വെയിലത്തേക്ക് ഇറങ്ങാൻ എല്ലാവർക്കും ചെറിയൊരു മടിയും. നേരെ എൻട്രി പാസ് എടുക്കാൻ കയറി. അഡൾട്ട്സിന് 50 രൂപ, കുട്ടികൾക്ക് 20 രൂപ, ഫോറിനേഴ്സിന് 300 രൂപ. വിദ്യാർത്ഥികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട്, 10 രൂപ. കൂടാതെ സ്റ്റിൽ ക്യാമറ, വീഡിയോ ക്യാമറ എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ 250 രൂപ പ്രത്യേകം അടച്ചു വേണം നമ്മൾ ക്യാമറ അകത്തേക്ക്. കപ്രിക്കാട് മിനിസു പാർക്കിങ്ങിൽ ഇറങ്ങിയാൽ പിന്നെ മുന്നോട്ട് ഇതാ ഈ നീണ്ടു നിവർന്ന് കിടക്കുന്ന വഴിയെ നടക്കുക, അല്ലാണ്ട് മറ്റു മാർഗമൊന്നും ഇല്ല കേട്ടോ. Meet my best friends. Yo. നീനു, ജൂലി, ശ്രീ. അങ്ങനെ നടന്ന് ഞങ്ങൾ മാനുകൾക്കായി ഒരുക്കിയിരിക്കുന്ന ഷെൽട്ടറിലെത്തി. ഇതാ അങ്ങ് ദൂരെ മാറി നിൽക്കുകയാണ് മാനുകൾ, കണ്ടോ? ആളുകൾ ഈ സൈഡിലാണ് കൂടുതൽ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ആളുകൾ നിൽക്കുന്ന സൈഡിലേക്ക് അവ അധികം അടുക്കുന്നില്ല. കുറേയേറെ പേർ വന്ന് വീഡിയോ എടുക്കുകയും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനും 2 ഫോട്ടോ കിട്ടാൻ കുറേ നേരം ട്രൈ ചെയ്തു. പിന്നീട് എനിക്ക് മനസ്സിലായി ഇവിടെ നിന്ന് അധികം നേരം ട്രൈ ചെയ്തിട്ട് കാര്യമില്ല, മാനൊന്നും ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല. ഓക്കെ, എങ്കിലും ഇനി മുന്നോട്ട് നടക്കാം. ഇതേ സമയം എനിക്ക് മുൻപേ പരിചയമുള്ള ഒരാളെ തന്നെ സബ്സ്ക്രൈബറായിട്ട് കിട്ടി. അവൻ ഇനി വീഡിയോ കാണുമോ എന്നുള്ളതൊക്കെ കണ്ടറിയാം. ഇത് അശ്വിൻ, ഞങ്ങളുടെ IT ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നു. ആള് നല്ല ഫ്രണ്ട്ലി ആണ് എന്നിരിക്കലും ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്നില്ല. ഇതിനിടയിൽ ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഒക്കെ ആയിട്ട് മാറിപ്പോയി. അപ്പോൾ ഞാനും ശ്രീചന്ദ്രനെ കൂട്ടുപിടിച്ചു. എടാ, എനിക്കൊരു ചെറിയ വീഡിയോ എടുത്തതാ, ഒരു ഫോട്ടോ എടുത്തതാ എന്നും പറഞ്ഞ് അവനെയും കൂട്ടി വീണ്ടും ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് പോയി. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട അതേ സെയിം തീമിൽ വീണ്ടും ഒരു ഏരിയ കൂടി അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നു. അവിടെയും ഇതുപോലെ മാനുകളായിരുന്നു ഉണ്ടായിരുന്നത്, അത് ലെഫ്റ്റ് സൈഡിലായിട്ടായിരുന്നു. അവിടെ നിന്നും അടുത്ത് കാണാൻ പറ്റുമെന്ന് ഞാൻ നോക്കി, പക്ഷേ അവിടെയും ദൂരത്ത് തന്നെയാണ് മാനൊക്കെ മാറി നിന്നത്. എനിക്ക് തോന്നുന്നു അവരവിടെ ആ സൈഡിൽ കുറച്ച് തണുപ്പോ അവിടെ കുറച്ച് പള്ളകളൊക്കെ നിൽക്കുന്നുണ്ട്, അതിൻ്റെ മറ പറ്റി നിൽക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എൻ്റെ സ്ഥിരം ഷോ സെൽഫി ക്യാം ഓൺ ചെയ്യുക, വട്ടം കറങ്ങുക. ഇതിനിടയിൽ കറങ്ങി തിരിഞ്ഞ് വേറെ 2 കൂട്ടുകാരെ കൂടെ പരിചയപ്പെടുത്താം. കൂടെ ഒരാളും കൂടി ഉണ്ടായിരുന്നു, പക്ഷെ കണ്ടില്ല. ദേ നമ്മുടെ അരുൺ സാറും ബിജു സാറും. ഫോട്ടോ പിടുത്തമൊക്കെ കഴിഞ്ഞ് നീനു കറങ്ങി തിരിഞ്ഞ് വീണ്ടും എൻ്റെ അടുത്തെത്തി. അങ്ങനെ ഞങ്ങൾ വീണ്ടും നടന്നു തുടങ്ങി. ഇത്തവണ ഞങ്ങൾ നടന്നു പോകുന്നത് എലിഫന്റ് ക്യാമ്പിൻ്റെ അകത്തേക്കാണ്. ഇതിൽ ഒരു സൈഡിലേക്ക് എൻട്രി ഇല്ല, അതിലെ പോവരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡിൽ, അതായത് ലെഫ്റ്റ് സൈഡിൽ കൂടിയുള്ള വഴിയെ നമ്മൾ അകത്തോട്ട് നടന്നു പോകണം. അപ്പോൾ കുറച്ച് മുൻപോട്ട് പോയപ്പോൾ ദേ അകത്ത് നിന്ന് ഒരാന അങ്ങോട്ടും ഇങ്ങോട്ടും തലയൊക്കെ അട്ടി ഇങ്ങനെ നിൽക്കുന്നു. പക്ഷെ അങ്ങോട്ട് പോവാൻ പാടില്ല എന്ന് തോന്നുന്നു, കയറ് കെട്ടി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അകത്തോട്ട് കയറി പോകാൻ നോക്കിയില്ല. പകരം വന്ന വഴി തന്നെ കണ്ടിന്യൂ ചെയ്ത് കുറച്ചുകൂടെ മുൻപിലോട്ട് നടന്നപ്പോൾ ഇതാ വീണ്ടും കുറച്ച് ആനകളെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിർത്തിയിട്ടുണ്ട്. എല്ലാവരുടെയും മേത്ത് ഭയങ്കര പൊടിയും മണ്ണും ഒക്കെയാണ്. എല്ലാവരും നിലത്ത് കിടക്കുന്ന പൊടിയും മണ്ണും ഒക്കെ വാരി മേത്തിടുക. ഇതിനിടയിൽ എൻ്റെ നീനുക്കുട്ടിന് ദേ ഒരപ്പൂപ്പൻ താടി കിട്ടി. അവൾ അത്തേലായി പിന്നീട് കളി. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രായം 10-25 കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആൾക്ക് ഇപ്പോഴും കുട്ടിക്കളി മാറിയിട്ടില്ല. ഒരു കുട്ടിയായ ആളാണ് ഈ കുട്ടിക്കളിയായിട്ട് നടക്കുന്നതെന്ന് ഓർക്കണം. പക്ഷേ ആളെ കണ്ടാൽ പറയില്ല, ഇച്ചിരിയേ ഉള്ളൂ, കുഞ്ഞാണ്. അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവളുടെ കുട്ടിക്കളി. തുടർന്നുള്ള നടത്തത്തിൽ മറ്റൊരു ആനക്കുട്ടി കൂടി അവിടെ നിൽക്കുന്നത് കണ്ടു. അവളെ പക്ഷെ കുളിപ്പിച്ച് ചന്ദനമൊക്കെ തൊടിയിച്ചിട്ടുണ്ട്.
എങ്കിൽ പോലും അവളും മേത്ത് മണ്ണൊക്കെ വാരിയിട്ട് വൃത്തികേടാക്കിയിട്ടുണ്ട്. നടക്കുക എന്നൊരു കാര്യം പണ്ടേ എൻ്റെ ഡിക്ഷണറി ഇല്ലാത്തതുകൊണ്ടായിരിക്കണം ഞാൻ പെട്ടെന്ന് ടയേർഡായി. ആക്ച്വലി മുൻപിലേക്ക് പോയി എൻ്റെ ഫ്രണ്ട്സൊക്കെ. പക്ഷെ ഞാനും നീനുവും അപ്പൂപ്പൻ താടിയും പറപ്പിച്ച് വീഡിയോ എടുത്ത് ഫോട്ടോയും എടുത്ത് ഒക്കെ നടക്കുകയാണ്. ഇനി നമ്മൾ ഇവിടെ നിന്ന് നടന്ന് മുൻപോട്ട് പോകുന്നത് ഒരു ഏറുമാടത്തിലേക്കാണ്. വേണമെന്നുള്ളവർക്ക് കയറാം. പക്ഷേ ഞാൻ പറഞ്ഞു ഞാൻ താഴെ നിന്നോളാന്ന്. എനിക്ക് പേടിയാണ്. കാരണം ആ സ്റ്റെപ്പുകൾക്ക് വളരെ വീതി കുറവാണ്. മാത്രമല്ല നേരെ കുത്തനെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. തിരിച്ചൊന്ന് ഇറങ്ങി വരാൻ എന്നെ സംബന്ധിച്ച് ബുദ്ധിമുട്ടായിരിക്കും. എൻ്റെ കയ്യിൽ ക്യാമറ ഇരിക്കുന്നു, സ്റ്റിക്ക് ഇരിക്കുന്നു, എല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് സാധിക്കുന്നില്ല. മോളിൽ കയറിയിട്ട് അവരെല്ലാവരും ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും എല്ലാം പോസ് ചെയ്ത് തന്നു. അവരുടെ എല്ലാം ഫോട്ടോ എടുക്കുകയും വീഡിയോ ഒക്കെ എടുത്തു. എന്നിട്ട് ഞാൻ പതുക്കെ അവരുടെ മുന്നേ ഓടി. അല്ലാന്നുണ്ടെങ്കിൽ അവരെന്നെ പിടിച്ച് അതിലേക്ക് വലിച്ചു കയറ്റും. ഇനി മുൻപോട്ടുള്ള ഭാഗത്ത് രക്തചന്ദനത്തോട്ടം ഉണ്ടെന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. മുൻപിലോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ചെറിയ ചെറിയ ഹട്ടുകൾ ഉണ്ടാക്കിയിരിക്കുന്നു. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് പുഴ ഒഴുകുന്നു. ഇതാ ആ ഒഴുകുന്നത് കാണുന്നില്ലേ? അത് പെരിയാറാണ്. പാണിയേലി പോരിലും കാലടിയിലും ഒക്കെ നമ്മൾ കാണുന്നില്ലേ? ആ സെയിം പെരിയാർ. വേനലായതുകൊണ്ടാണ് ഇത്ര വെള്ളം കുറവ്. അതിൻ്റെ അകത്ത് അത്യാവശ്യം ഇറങ്ങാൻ സാധിക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ നിലവിൽ. അപ്പുറത്തെ സൈഡിലായിട്ട് കുറച്ച് ആളുകൾ ഇറങ്ങിയിരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. നമ്മൾ ആരും ഇറങ്ങാനും റിസ്ക് എടുക്കാനും ഒന്നും പോയില്ല. പിന്നെ ഫോട്ടോ എടുക്കാൻ മുള നിൽക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലത്ത് നമ്മൾ പോയിരുന്നു. കുറച്ച് ഫോട്ടോസ് എടുത്തു, ഗ്രൂപ്പായിട്ടുള്ള ഫോട്ടോസ് എടുത്തു. പിന്നെ മരം കൊണ്ട് തന്നെ ഇതാ മുറിച്ച് വെച്ചിരിക്കുന്ന ചില സീറ്റിങ്സ് ഉണ്ട്, അവിടെയൊക്കെ പോയിരുന്നു. പിന്നെയും മുന്നോട്ട് നടന്നപ്പോൾ അവിടെ 2 കുട്ടികൾ ഊഞ്ഞാലാടുന്ന കണ്ടു. ഞങ്ങൾ നടന്നു മടുത്ത് കുറച്ച് പേര് ആ ഹട്ടിൽ പോയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് അതിനിടയിൽ ഊഞ്ഞാലാടാൻ ചിലർ ഓടിപ്പോകുന്നത് കണ്ടു. അപ്പോൾ ചെറുതായിട്ട് ഞാനും ഒന്ന് പോയി ഊഞ്ഞാലാടി. പെരിയാറിൻ്റെ വ്യൂ കണ്ടോ? നമ്മളെ കരയിൽ നിന്ന് കാണുമ്പോൾ പോലും അതിമനോഹരമല്ലേ? അതിൻ്റെ സൈഡിൽ നിന്ന് താഴോട്ട് ഇറങ്ങാതിരിക്കാൻ കണ്ടോ വേലി കെട്ടി വെച്ചിട്ടുണ്ട്. അത് ഈ ഭാഗത്തു നിന്ന് പോകുന്ന ആളുകൾ ഇറങ്ങാതിരിക്കാനാണ്. എങ്കിൽ ഇതേ സമയം ഈ ഇല്ലിക്കൂട്ടത്തിൻ്റെ ഇടതുവശത്തായിട്ട് തന്നെ ആനകൾക്ക് ഇറങ്ങി കുളിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ചെറിയൊരു വഴി വെട്ടിയിട്ടുണ്ട് താനും. പക്ഷേ ആനയുടെ കുളിസീൻ കാണാനൊന്നും എനിക്ക് സാധിച്ചില്ല കേട്ടോ. മുൻപ് പത്തനംതിട്ട കോന്നിയിൽ പോയപ്പോൾ അവിടെ നിന്ന് ഞാൻ കണ്ടിരുന്നു ആനയെ കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്നതൊക്കെ. പക്ഷേ ഇവിടെ അതിനൊന്നും സാധിച്ചില്ല. എല്ലാവരും നന്നോണം നടന്ന് മടുത്തു, ക്ഷീണിച്ചു. ഹട്ടിൽ വന്നിരുന്നു. കയ്യിലുണ്ടായിരുന്ന വെള്ളമൊക്കെ കുടിച്ചു. വെള്ളമെല്ലാം തീർത്ത് കളഞ്ഞു. പെരിയാറിൻ്റെ തീരത്ത് കാറ്റൊക്കെ കൊണ്ട് ദാ ആ പച്ചപ്പും ഹരിതാപവും ഒക്കെ കണ്ടിങ്ങനെ ഇരിക്കാനും ഒരു സുഖമാണ്. ഇതിനിടയിൽ എല്ലാവരും എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നതെന്നുള്ള ഡിസ്കഷൻസിലൊക്കെ ഏർപ്പെട്ടു തുടങ്ങി. ഇടുക്കിയിൽ നിന്ന് പോകുന്ന അവരുടെ സാഹസിക യാത്രയെക്കുറിച്ചാണ് സ്നേഹം അവിടെ ഡിസ്കസ് ചെയ്തത്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ട് നടന്നപ്പോൾ ഒരു കഫറ്റീരിയ കണ്ടു. ഞങ്ങളവിടെ ചെന്നപ്പോൾ ധനലക്ഷ്മിയിലുള്ള എല്ലാ സ്റ്റാഫുകളും, അതായത് ആറാൻഡാറിന് വന്നിരിക്കുന്ന എല്ലാ സ്റ്റാഫുകളും അവിടെ ഉണ്ടായിരുന്നു. ഇതിനിടയിൽ ഞങ്ങൾ അവിടെ വെച്ച് പരിചയപ്പെട്ട പാമ്പാടിക്കാരിയായ ഒരു കുഞ്ഞാവയാണ് ദാ ഇരിക്കുന്നത്. ആളെ ഇടയ്ക്കൊന്ന് ഒളിഞ്ഞു നോക്കി. ശ്രീകുമാർ സാറും ഗ്യാങ്ങും സോജി സാറും ഒക്കെ വന്നപ്പോഴേ ഒരു ടേബിൾ പിടിച്ചു. കഫറ്റീരിയയ്ക്കുള്ളിൽ അധികം സ്പേസ് ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഉള്ളത് കൊണ്ട് ഓണം പോലെ. ഇതിനിടയിലും അന്താക്ഷരി അവിടെ പൊടി പൊടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓരോ സോഡ ലൈൻ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എക്സിറ്റിൻ്റെ ഭാഗത്ത് വന്നപ്പോൾ കഫറ്റീരിയയിൽ ഇരിക്കാൻ സ്പേസ് കിട്ടാതിരുന്നുകൊണ്ടാണോ എന്തോ കുറച്ച് പേര് ഈ സൈഡിലായിട്ട് വന്നിരിക്കുന്നുണ്ടായിരുന്നു. അതിൽ അരുൺ സാറും അമ്പിളി മേഡവും ജൂലി ചേച്ചിയും എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നീട് അവിടെ നിന്ന് എല്ലാവരും സെൽഫി എടുക്കലായിരുന്നു കുറച്ച് നേരത്തെ പരിപാടി. എക്സിറ്റിൽ നിന്ന് ബസ് കിടക്കുന്ന ഗ്രൗണ്ടിലേക്ക് അധികം നടക്കാനില്ല എന്നുള്ളത് തന്നെയായിരുന്നു ഏറ്റവും വലിയൊരു ആശ്വാസം. കുട്ടികളെ കൊണ്ടൊക്കെ വന്നാൽ പോലും അത്യാവശ്യം ഒരു 1.5-2 മണിക്കൂർ കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റുന്ന ഒരിടമാണ് കപ്രിക്കാട്. രാവിലെയോ സൺസെറ്റിൻ്റെ ടൈമിലോ വരികയാണെങ്കിൽ നമ്മൾ ഒത്തിരി ടയേർഡ് ആവില്ല. ജ്യൂസോ സ്നാക്സോ ഒഴികെ മറ്റു ഭക്ഷണങ്ങളൊന്നും ഉള്ളിൽ ലഭിക്കുന്നതായിട്ട് അറിവില്ല. അതിനുശേഷം നമ്മുടെ ട്രാവലർ കിടക്കുന്ന ഭാഗത്തേക്ക് പോയി റൂമിലേക്ക് എത്താനുള്ള ധൃതിയായിരുന്നു എല്ലാവർക്കും. ജസ്റ്റ് ഒരു ഹാഫ് ഡേ അല്ലെ 1 ഡേ എന്നുള്ള രീതിയിൽ വന്ന് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കപ്രിക്കാട്.